ഈ ജാമ് പഠിച്ചുകൊണ്ട് നമുക്ക് ഡിഗ്രിയിൽ സെം എക്സാമിന് നല്ല ഉപകാരപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ വിചാരിച്ചു അഞ്ഞ് ഇതിപ്പോ എന്തൊക്കെ നടക്കൂല, റിപ്പീറ്റ് ചെയ്താലോ. 2000-ഓളം വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു ആ ഒരു പ്രോഗ്രാമിന്. അതിൽ വെച്ചിട്ട് ഞങ്ങൾ രണ്ടാളും പേര് വിളിച്ച് ഞങ്ങൾക്കെല്ലാ അനുമോദനങ്ങളൊക്കെ ഉസ്താദ് നൽകി. ഇപ്പൊ നമ്മുടെ ടോക്ക് സീരീസിൽ ഇന്നൊരു സ്പെഷ്യൽ എപ്പിസോഡാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ കൂടെ ഉള്ളത് സയ്യിദ് നവാസും സയ്യിദ് ഉവൈസും ആണ്. അവര് ട്വിൻ ബ്രദേഴ്സ് ആണ്. NSS മഞ്ചേരി കോളേജിലെ ഇപ്പോൾ BSc തേർഡ് ഇയേഴ്സ് ആണ്. ബെൻസലിലെ ഏകദേശം എക്സാക്ട്ലി 1 ഇയർ ബാക്ക് ജോയിൻ ചെയ്തു. എന്ന് പറഞ്ഞാൽ ഡിഗ്രി തേർഡ് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരേ വീട്ടിൽ നിന്നും ബെൻസിലിൽ ജോയിൻ ചെയ്തു രണ്ടുപേരെയും ഞങ്ങൾക്ക് IIT മദ്രാസ്, ഏതെങ്കിലും IIT ആയിട്ടോ അല്ലെങ്കിൽ രണ്ടുപേരും 2 IIT എന്നുള്ള രീതിയിലല്ല, ഓൺഗോയിങ് സമയത്ത് തന്നെ രണ്ടുപേർക്കും IIT മദ്രാസിൽ അല്ലെങ്കിൽ IAS രണ്ട് സ്ഥലത്തും കിട്ടാവുന്ന റാങ്കുകൾ ജനറേറ്റ് ചെയ്ത ആളുകളാണ്. നവാസിന് 450യും ഉവൈസിന് 336 ആണ്. കഴിഞ്ഞ തവണ IIT മദ്രാസിലെ കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ 496 ആയിരുന്നു. ഇപ്പൊ രണ്ടുപേർക്കും എന്തായാലും ഇത്തവണ IIT മദ്രാസ് അല്ലെങ്കിൽ IAS രണ്ട് സ്ഥലത്തും കിട്ടാവുന്നതാണ്. അപ്പൊ ഓൺഗോയിങ് സമയത്ത് തന്നെ എങ്ങനെയാണ് നിങ്ങളുടെ പ്രിപ്പറേഷൻ, അല്ലെങ്കിൽ എങ്ങനെയാണ് രണ്ടുപേർ, ഒരുപാട് കുട്ടികൾ നമുക്ക് ഓൺഗോയിങ് സമയത്ത് കിട്ടുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഈ വർഷം തന്നെ നമുക്ക് 100 ബിലോ റാങ്കുകൾ കാണാം. അപ്പൊ ഷിറിനെ അതേപോലെ തന്നെ ഷെഹബാസ് ഓൺഗോയിങ് സമയത്ത് കുട്ടികൾ കിട്ടാറുണ്ട്. ഈ വർഷമാണ് നമുക്ക് 100 ബിലോ ഓൺഗോയിങ് സമയത്ത് വന്നത്. നോർമലി 500 ബിലോ ഒക്കെയാണ് ഓൺഗോയിങ് സമയത്ത് കിട്ടുന്നത്. പക്ഷെ ഒരു വീട്ടിൽ നിന്ന് രണ്ടുപേരും പ്രിപ്പയർ ചെയ്യുന്നു, രണ്ടുപേർക്കും കിട്ടുക എന്നുള്ളത് അതിലൊരു സംതിങ് സ്പെഷ്യൽ. അപ്പൊ അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. അപ്പം ഉവൈസ് ആൻഡ് നവാസ്, വളരെ സന്തോഷമുള്ള ഒരു മൊമെന്റ് ആണിത് ഞങ്ങൾക്ക് ഇപ്പോൾ ബെൻസിൽ ടീമിന്. അപ്പോൾ എങ്ങനെയായിരുന്നു ഒരു 1 ഇയർ ജേണി, ജാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ? ഞങ്ങള് ഡിഗ്രിക്ക് ചേർന്ന ഉടനെ തന്നെ ജാമിനെ കുറിച്ച് അറിയാമായിരുന്നു. ടീച്ചേഴ്സൊക്കെ പറയലുണ്ട് ജാമിന് എക്സാം ഉണ്ട്, അത് എഴുതണം. അന്ന് തന്നെ ഒരു ആഗ്രഹമായിരുന്നു ഈ ജാമ് എക്സാമിന് പ്രിപ്പയർ ചെയ്ത് നല്ല സ്ഥലത്ത് എത്തണം എന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അതിനൊരു പ്രിപ്പറേഷൻ ഒന്നും ചെയ്തില്ല. പിന്നെ ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് സെക്കൻഡ് ഇയർ കഴിഞ്ഞ് പിന്നെ തേർഡ് ഇയറിലാണ് ബെൻസിൽ ജോയിൻ ചെയ്യണത്. സെക്കൻഡ് ഇയർ വെക്കേഷൻ ആണ് നിങ്ങൾ ബെൻസിൽ ജോയിൻ ചെയ്യുന്നത്? സെക്കൻഡ് ഇയർ വെക്കേഷൻ. ഈ വെക്കേഷന്റെ സമയത്താണ് ഞങ്ങൾ ബെൻസിലത്തെ ക്ലാസ്സുകൾ കേൾക്കാൻ തുടങ്ങിയത്. ഏകദേശം ഒരു 75% ക്ലാസ്സുകൾ തന്നെ ഈ 2 മാസം സമയത്ത് നമ്മൾ കേട്ട് കഴിഞ്ഞു. കാരണം നമുക്കറിയാം ഇപ്പോൾ തേർഡ് ഇയർ ആയതുകൊണ്ട് തന്നെ പിന്നെ ക്ലാസ് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ പഠിക്കാൻ അത്ര സമയം ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് തന്നെ ജോയിൻ ചെയ്ത് ആദ്യത്തെ 2 മാസം കൊണ്ട് തന്നെ ഏകദേശം ക്ലാസ് എല്ലാം കണ്ടു തീർത്തു. അതെ. ഓക്കെ, വെരി ഗുഡ്. അങ്ങനെ ക്ലാസ്സുകൾ കേട്ട് പിന്നെ കോളേജ് തുറന്ന് നമുക്കറിയാലോ, ലാബ്, തിയറി ക്ലാസ് എന്ന് പറഞ്ഞ ഫുള്ള് കോളേജിന്റെ ഓരോ വർക്കിലേക്കാണ്. അപ്പൊ ആ സമയത്ത് നിങ്ങൾ എന്തെങ്കിലും 1 മണിക്കൂറെങ്കിലും എന്തെങ്കിലും ആക്ടിവിറ്റി മീൻസ് ജാമിന്റെ ക്ലാസ് കേൾക്കാനോ അങ്ങനെ പറ്റിയിട്ടുണ്ടായിരുന്നു ജൂൺ ജൂലൈ മാസത്തിലൊക്കെ? ആ സമയത്ത് ഓൺലൈൻ ക്ലാസ് ഉണ്ടാവുമല്ലോ, ലൈവ് ക്ലാസ്സുകൾ, അത് അറ്റൻഡ് ചെയ്യും. പിന്നെ രാത്രി സമയം എപ്പോഴാണ് ഫ്രീ കിട്ടണൊക്കെ നോക്കിയിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് പ്രാക്ടീസ് ചെയ്തിരുന്നു. ലൈവ് ക്ലാസ്സിൽ റെഗുലർ ആയിട്ട് അറ്റൻഡ് ചെയ്യാറുണ്ടായിരുന്നു? ലൈവ് ക്ലാസ് റെഗുലർ ആയിട്ട് തന്നെ മാക്സിമം അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലെല്ലാം നമുക്കറിയാം ആപ്പിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് വെച്ചാൽ തന്നെ ധാരാളം എക്സാംസ് നമുക്ക് അവൈലബിൾ ആണ്. 100ഓളം എക്സാംസ് തന്നെ ഇതിലുണ്ട്. അപ്പോൾ ഒരു പാഠം പഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ആ ആപ്പിൽ തന്നെ സ്പ്രിന്റ്, മാരത്തോൺ അങ്ങനെ തുടങ്ങി ധാരാളം സൈറ്റ് അതിലുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു പാഠം കഴിഞ്ഞാൽ ആ പാഠത്തിലുള്ള ഒരു 30ഓളം ക്വസ്റ്റ്യൻസ്, അത്രയ്ക്ക് ചെയ്യാൻ സമയം ഉണ്ടാവുള്ളൂ, 30ഓളം ക്വസ്റ്റ്യൻസും സ്പ്രിന്റ് ചെയ്ത് നോക്കും. അതുപോലെ പിന്നെ അത് ഒരു പാഠം കഴിഞ്ഞാൽ അതിലുള്ള എക്സാംസ് സീരീസുകളായിട്ട് തന്നെ ഉണ്ട്. അതൊക്കെ ഓരോന്ന് ചെയ്ത് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യാറുണ്ടായിരുന്നു. എങ്ങനെയാണ് നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഡിസ്കസ് ചെയ്യാറുണ്ടോ പഠനത്തിൽ, അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ട് പഠിക്കുക? അല്ല, ഞങ്ങള് ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് പഠിക്കല്.
ക്ലാസ് ഇപ്പോ കാണുന്നത് ഒരുമിച്ചാണോ അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് കാണും? ക്ലാസ് ഒരുമിച്ച് തന്നെ കാണല്, ഒരു ഇതിൽ തന്നെയാണ് കാണല്. ഓ ഓക്കെ ഓക്കെ. കാരണം ഇതുവരെ അങ്ങനെയാണ് ഞങ്ങള് ഒന്ന് മുതല് അങ്ങനെ തന്നെയാണ് ഒരു പഠനം. ഡിഗ്രി വരെ ഞങ്ങളാണ് പഠനം അങ്ങനെയാണ്. ഓ ഒരുമിച്ച് ഓക്കെ. തന്നെയാണ് പഠിക്കല്. അപ്പൊ ഇനി ഒരുമിച്ച് തന്നെ ഇവിടുന്ന് അങ്ങോട്ടും നിങ്ങൾക്ക് പഠിക്കാലോ, ഒരേ സ്ഥലത്തേക്കാണ് നമ്മൾ ആ പോകുന്നത്. ആ ഓക്കെ ഓക്കെ. ഇപ്പൊ പഠിക്കുന്ന സമയത്ത് തന്നെ ഇപ്പൊ എനിക്കൊരു ഡൗട്ട് ഉണ്ടാവുമ്പോ ഞങ്ങളിപ്പോ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോ ഇതിപ്പോ ഇങ്ങനെ വന്നത്, അപ്പൊ എനിക്ക് ചിലപ്പോ ഞാൻ മറന്നുണ്ടാവും, ചിലപ്പോ അറിയേണ്ട കാര്യമാവും. അപ്പൊ അത് ചിലപ്പോ വോയിസിന് അറിയും. അങ്ങനെ ഒരു ബെനിഫിറ്റ് ഉണ്ട് അതെ ഇങ്ങനെ അതെ. പഠിക്കണോണ്ട്. ഓക്കെ ഓക്കെ. എക്സാമുകളൊക്കെ ഏകദേശം എല്ലാ മീൻസ് നമ്മൾ ഓരോ ടൈം ടേബിൾ പറയല്ലോ. അപ്പം ഈ കോളേജിന്റെ തിരക്കിന്റെ ഇടയിൽ ആ എക്സാമുകളൊക്കെ അതേ രീതിയിൽ എഴുതാൻ പറ്റാറുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു 50% എക്സാം മാത്രമേ എഴുതിയുള്ളൂ? എക്സാം മാക്സിമം അധികം എക്സാംസുകള് എഴുതലുണ്ട്. എഴുതുന്നുണ്ട്. കോളേജത്തെ ക്ലാസ് അങ്ങനെ തുടക്കത്തിലൊന്നും ഈ ജാം കോച്ചിങ്ങിന് മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് ജാം കോച്ചിങ്ങിനാണ്. നമ്മള് കോളേജത്തെ ക്ലാസ് പറയുമ്പോൾ ക്ലാസ്സിന് അതിന്റെ കോളേജത്തെ ടോപ്പിക്സ് അല്ലാതെ പഠിക്കലില്ല. തുടക്ക സമയത്തൊക്കെ ജാമിന്റെ കോച്ചിങ്ങിനാണ് മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തത്. അപ്പോ ഓക്കെ ജാമിന്റെ എക്സാംസ് ഒക്കെ വരും, ഈ ട്യൂഷന്റെ എക്സാംസ് ഒക്കെ വരുമ്പോ അതിന് കൂടുതൽ കുറച്ച് പഠിക്കും. ഓക്കെ. അങ്ങനെയാണ്. നമ്മുടെ ATS എക്സാം ഒക്കെ എങ്ങനെയാണ് സ്കോർ? രണ്ടുപേർക്കും ഏകദേശം ഒരേപോലെ ആയിരുന്നോ വന്നിരുന്നത്? AITC നോക്കി പറയുമ്പോ തുടക്കത്തിലൊന്നും മാർക്ക് വല്ല ഉണ്ടാവലില്ല. പഠിക്കും. സർ ഞായറാഴ്ച ഉണ്ടാവുമ്പോൾ അതിന് മുമ്പ് ഒന്ന് റിവിഷനൊക്കെ കുറച്ചൊക്കെ ചെയ്യും. പക്ഷെ എക്സാം ചെയ്യുമ്പോൾ ഒരു 20 അല്ലെങ്കിൽ അതിന്റെ 20 ബിലോ മാർക്ക് ഉണ്ടാവില്ല. ഇത്ര ആ ഒരു പഠിച്ചാലും 20 അല്ലെങ്കിൽ 25 കിട്ടുമ്പോ ഇത് കൂടില്ല എന്നുള്ള തോന്നലുണ്ടായിരുന്നോ? ആ അതൊരു കുറച്ച് ഒരു ഒക്ടോബർ ആ സമയത്തൊക്കെ ഏർ ഈ 40 മാർക്കൊന്നും കിട്ടില്ല. പ്രതീക്ഷിക്കലുണ്ട് 40 മാർക്കൊക്കെ എക്സാമിന് കിട്ടാന്ന്. ഉണ്ടാവണം എന്നൊക്കെ. പക്ഷെ ഈ ഒക്ടോബർ ഒക്കെ ആയപ്പോഴൊക്കെ അതിന്റെ ശേഷമാണ് പിന്നെ കുറച്ചൊക്കെ മാർക്ക് കിട്ടാൻ തുടങ്ങിയത്. അപ്പോഴാണ് കുറച്ചുകൂടി ഒരു മോട്ടിവേഷൻ കിട്ടി. പിന്നെ ഓക്കെ. എക്സാം കഴിയുമ്പോ ഒരു ഇതുണ്ടാവും. പിന്നെ എക്സാം കഴിയുമ്പോ ഒരു മാർക്ക് പറഞ്ഞ പൊതുവെ ഒരു ഇതുണ്ടാവുമല്ലോ, ഇത്ര ആ പഠിച്ചിട്ട് മാർക്ക് കുറഞ്ഞ്. അത് പിന്നെ ഓക്കെ. സാറ് മോട്ടിവേഷൻ ഇടയ്ക്കൊക്കെ മീറ്റിംഗ് ഉണ്ടാവില്ലേ, ആ എല്ലാ അതേപോലെ. എക്സാം കഴിഞ്ഞാലും നമ്മൾ ഒരു 1 hour മീറ്റിംഗ് ഉണ്ടല്ലോ, അപ്പൊ അതില് ഒന്ന് തണുപ്പിച്ച് വിടും നിങ്ങളൊക്കെ. സാറ് പിന്നെ IIT മദ്രാസിനെ പറ്റിയൊക്കെ സ്ഥാപനത്തിന്റെ ഫോട്ടോസ് കാണിക്കുമ്പോ അതൊക്കെ കുറച്ച് കുറച്ച് മോട്ടിവേറ്റ് ആവും. പഠിക്കാൻ കുറച്ചുകൂടി ഒന്ന് ഇങ്ങനെ പോയാൽ ശരിയാവില്ല, കുറച്ചുകൂടി ഒന്ന് പഠിക്കണം. ഉം. അതൊക്കെ കുറച്ച് നല്ല യൂസ്ഫുൾ ആയിട്ടുണ്ട്. അല്ല, അത് പൊതുവെ നമ്മൾ നടത്താൻ കാരണം ATS എക്സാം അത്രയും ടഫ് ആയിട്ടാണ് നമ്മൾ നടത്തുന്നത്. അപ്പൊ എന്തായാലും ഒരുപാട് കുട്ടികൾക്ക് മാർക്ക് കുറയും. പക്ഷെ അങ്ങനെ കുറയുമ്പോൾ നിങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്, പ്രിപ്പയർ ചെയ്യുന്ന ആളുകളല്ലേ, അപ്പൊ അത് എന്തായാലും ഒരു വിഷമം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും. അത് പക്ഷെ ഒരിക്കലും നിങ്ങളുടെ അപ്കമിങ് ഡേയ്സിലെ പ്രിപ്പറേഷനെ ബാധിക്കാൻ പാടില്ല. അപ്പൊ അതിനാണ് നമ്മൾ അത് അങ്ങനെ എല്ലാ എക്സാം കഴിഞ്ഞാലും ആ മീറ്റിംഗ് നമ്മൾ കൊണ്ടുപോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്ക് നിങ്ങളുടെ റിലീജിയസ് ആയിട്ടുള്ള സ്റ്റഡീസും കാര്യങ്ങളൊക്കെ ഇതിന്റെ കൂടെ പാരലി കൊണ്ടുപോകേണ്ട ആവശ്യം കൂടെ ഉണ്ട്. അപ്പൊ അത് അതെ. മാനേജബിൾ ആയിരുന്നോ? അതിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ടാസ്ക് ആയിരുന്നു. റിലീജിയസ് ആയ പഠനവും അതേപോലെ തന്നെ ഈ ഭൗതികമായിട്ട് പഠിക്കാൻ കുറച്ച് റിസ്കി ഫാക്ടർ തന്നെയാണ്. രണ്ടും പക്ഷെ ഞങ്ങൾക്ക് ഒരുപാട് ടൈം വേണ്ട രണ്ടും മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ? അതെ അതെ സർ, ഞങ്ങള് ഇവിടുത്തെ ഉസ്താന്മാരൊക്കെ സപ്പോർട്ടായിരുന്നു. ഇപ്പോ ഈ ഈ കോളേജത്ത് പഠിക്കാൻ ഈ ബെഞ്ചിന്റെ ഈ ക്ലാസ് കേൾക്കാനും കുറെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇത് കുറെ നേരം ടൈം അവിടെ സ്പെൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ട്. എപ്പോഴൊക്കെയാണ് ക്ലാസ് ടൈമിംഗ്? കോളേജ് അല്ല, ഇവിടെ നിങ്ങളുടെ ദർസിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ്? നോർമലി ഇവിടെ ഒരു രാവിലെ ഒരു 6:30 തുടങ്ങും. പിന്നെ ഒരു ഉച്ചക്ക് ഉച്ച ഒരു 2:30 സമയത്താണ് നിൽക്കുക എൻ്റെ അല്ല, ക്ലാസ്. നിങ്ങൾ കോളേജിലുള്ള ഉള്ള ദിവസങ്ങളിൽ എങ്ങനെയാണ്? കോളേജിലുള്ള ദിവസം രാവിലെ 6:30 തുടങ്ങിയിട്ട് 8 മണി വരെ ക്ലാസ് ഉണ്ടാവും. എല്ലാ ദിവസവും പിന്നെ ഞങ്ങൾ രാവിലെ നിങ്ങൾ 6:30 to 8 നിങ്ങൾ അവിടെ ആ ക്ലാസ് കേൾക്കണം? ആ എന്നിട്ട് ഞങ്ങൾ കോളേജിലെ ആൾക്കാർ കോളേജിലേക്ക് പോകും. അപ്പോൾ നമുക്ക് അപ്പോൾ നമുക്ക് ക്ലാസ്സുകൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കും. ആ ഓക്കെ. ക്ലാസ്സൊക്കെ ഞങ്ങൾ വന്നിട്ട്
ഇത് ഡേ റിക്കവർ ടൈം ചെയ്തെടുക്കും. നടക്കുന്ന എല്ലാ ക്ലാസ്സും നിങ്ങൾ നൈറ്റ് ഈവനിങ് വന്നിട്ട് വീണ്ടും അവിടുത്തെ പ്രിപ്പയർ ചെയ്യണം. റിക്കവർ ചെയ്യലാണ്. അതിന് പുറമെ നിങ്ങളുടെ ജാമിന്റെ കണ്ടന്റ് നിങ്ങൾ പഠിക്കും. നോക്കും. ഓക്കെ. ശനി ഞായർ അവിടെ ക്ലാസ്സുകൾ ഉണ്ടായിരുന്നോ? ശനി ഞായറും കോളേജിലല്ല, ദർസിൽ നിങ്ങളുടെ ക്ലാസ് ഉണ്ടോ? ശനി ഞായറും ക്ലാസ് ആണ്. എങ്ങനെയാണ്, ഫുൾ രാവിലെ ഡേ ആണോ അല്ലെങ്കിൽ ഉച്ച വരെ? ഡേ ടൈം ഫുള്ള് ക്ലാസ് തന്നെയാണ്. അതായത് രാവിലെ തൊട്ട് ഒരു 2:30 ഒരു 3 മണി വരെ സാറ്റർഡേ ക്ലാസ് തന്നെയാണ്. സൺഡേയും അവിടുത്തെ ക്ലാസ്സുകൾ ഉണ്ട്. ആ ഇപ്പൊ ഒരു കോളേജ് പോലെ തന്നെ അത്രയും ടൈം ഏകദേശം അവിടെയും ക്ലാസ് ഉണ്ട് നിങ്ങളെ സംബന്ധിച്ച്. ആ എനിക്ക് തോന്നുന്നു ഇത് മറ്റുള്ള കുട്ടികൾ കേൾക്കുമ്പോൾ അവർക്ക് ഈ കോളേജിന്റെ കാര്യങ്ങൾ മാത്രം മാനേജ് ചെയ്യാൻ പലപ്പോഴും പ്രയാസപ്പെടുന്ന ആളുകളാണ് കുട്ടികൾ പലപ്പോഴും. അതിന്റെ ഒരുപാട് ഡിഫിക്കൽട്ടീസ് നമ്മളോട് ഷെയർ ചെയ്യാറുണ്ട്. അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ അത്രയും ടൈമും കൂടെ ഇതും എന്ന് പറഞ്ഞാൽ ഒരു ഡബിൾ എഫേർട്ട് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വരണം അല്ലേ, മാനേജ് ചെയ്യാൻ. ഞങ്ങൾ ചെയ്തത് എപ്പോഴെങ്കിലും ടൈം ഫ്രീ കിട്ടുകയാണെങ്കിൽ ആ ടൈമൊക്കെ യൂട്ടിലൈസ് ചെയ്യാന്നുള്ള ഒരു പോളിസിയാണ്. വേറെ മാർഗമില്ലാത്ത ഉറപ്പാണല്ലോ നിങ്ങളുടെ കേസിലെ. ആ ഒരു ഹാഫ് ആൻ അവർ കിട്ടുകയാണെങ്കിൽ അപ്പൊ എന്ത് ചെയ്യും, നോട്ട് എടുക്കും. അതിന്റെ ഒന്നുകിൽ പ്രോബ്ലംസ് ചെയ്യും, അല്ലെങ്കിൽ അതിന്റെ തിയറി വായിച്ചു നോക്കും. അങ്ങനെ ഇപ്പൊ ശനി ഞായറൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ച് ടൈം ഇടയ്ക്ക് ഒരു ഇന്റർവ്യൂ പോലെ കിട്ടും. ആ ടൈമൊക്കെ അങ്ങനെ ചെയ്യും. പിന്നെ ഈവനിങ് ഫ്രീ ആണ്. പിന്നെ രാത്രി കുറച്ചു നേരം ഒരു 12 o'clock വരെ നോക്കൂ. കോളേജിൽ നിന്ന് എങ്ങനെയായിരുന്നു പ്രിപ്പയർ ചെയ്യാൻ ടൈം കിട്ടിയിരുന്നോ? കോളേജിൽ നിന്ന് അങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ സമയം കിട്ടിയില്ല. ചില അവസരം ഫ്രീയും അല്ലെങ്കിൽ ചില ഫംഗ്ഷൻ പ്രോഗ്രാം ഒക്കെ നടക്കുന്നതിന്റെ ഇടയിൽ അങ്ങനെയുള്ള സമയത്തൊക്കെ ചിലപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യല്ലോ ക്ലാസ്സസ്? കോളേജ് മാക്സിമം ലീവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നോക്കാറുണ്ട്. ഇങ്ങനത്തെ ഫംഗ്ഷനൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ തന്നെ അതൊക്കെ ഒഴിവാക്കിയിട്ട് മാക്സിമം ഇതിന് നോക്കലാണ് പതിവ്. കോളേജ് ടീച്ചേഴ്സ് ഒക്കെ നല്ല സപ്പോർട്ടായിരുന്നു? ടീച്ചേഴ്സൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു. ഞങ്ങളൊരു ടീച്ചർ തന്നെ അവർക്ക് അറിയാം, ജാം കോച്ചിങ് എടുക്കുന്നതൊക്കെ ടീച്ചേഴ്സിന് അറിയായിരുന്നു. ഞങ്ങളൊരു 4-5 പേര് ബെൻസിൽ ജോയിൻ ചെയ്തിനി. അപ്പോ ഞങ്ങൾ തന്നെ തമ്മിലുള്ള ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിന്. ഞങ്ങൾ തുഫയില് ആനന്ദ് 2-3 ആൾക്കാരുള്ളതുകൊണ്ട് തന്നെ എത്ര പഠിച്ചു വയ്ക്കും, എത്ര ക്ലാസ് കേട്ട് തീർത്ത് വയ്ക്കും. അപ്പൊ ഒരു കോമ്പറ്റീഷൻ ആയിട്ട് തന്നെ ഓരോരുത്തരെല്ലാം പഠിച്ച് മുന്നോട്ട് പോകാൻ. റാങ്ക് ഉണ്ടല്ലോ അല്ലേ, ജാമിന് NIT കിട്ടുന്ന റാങ്ക് ഉണ്ടല്ലോ അല്ലേ? ഞങ്ങൾ 4 ആൾക്കാരും നല്ല രീതിയിൽ നല്ലൊരു സെറ്റായിട്ട് അങ്ങനെ പ്രിപ്പയർ ചെയ്ത് അങ്ങനെ പോകുന്നത്. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഏതോ ഒരു ദിവസം നിങ്ങളൊരു വീഡിയോ മെന്ററിങ്ങിന് വേണ്ടി വിളിച്ചപ്പോൾ നിങ്ങൾ ആരും കോളേജിൽ പോയില്ല. ആ ഒരു ദിവസം നിങ്ങൾ ജാമിന്റെ പ്രിപ്പറേഷനിലായിരുന്നു. അത് എനിക്ക് തോന്നുന്നു ജാം എക്സാമിനോട് അടുത്തൊരു ദിവസമായിരുന്നല്ലേ, ഞാൻ ഒരു മീറ്റിംഗിൽ നിങ്ങളെ ഓരോരുത്തരെയും കണ്ട് സംസാരിക്കാൻ വേണ്ടി വിളിച്ചിരുന്നു. അപ്പം നിങ്ങളന്ന് ഞാൻ ചോദിക്കുകയും ചെയ്തു തോന്നില്ലേ, എന്താ വർക്കിംഗ് ഡേ ആണോ നിങ്ങൾ പോയിട്ടില്ലേന്നോ? അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നിങ്ങൾ ഇത്രയും ഇന്റൻസ് ആയിട്ട് പഠിക്കുന്നുണ്ട് എന്നുള്ളത്. ഞങ്ങളോട് ടീച്ചർ പറയുന്നുണ്ട്, അതായത് നിങ്ങൾ എവിടെ പഠിക്കണ് എന്ത് പഠിക്കണെന്നല്ല, എവിടെ പഠിക്കുന്നത് എന്നുള്ളത് കുറച്ചുകൂടി ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ്. ഏത് സ്ഥാപനത്തിൽ പഠിക്കുന്നു എന്നുള്ളത് ഒരു മോർ ഫാക്ടർ ആണെന്ന് ടീച്ചർ പറയുന്നുണ്ട്. അപ്പം നിങ്ങളുടെ കോളേജിൽ നിങ്ങൾക്ക് നല്ല സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. അല്ലാതെ നിങ്ങൾക്ക് കോളേജിന്റെ കാര്യങ്ങൾ ഇതുമെല്ലാം ഇങ്ങനെ മാനേജ് ചെയ്യാൻ കഴിയില്ല. അപ്പം അത് നിങ്ങളുടെ ടീച്ചേഴ്സും അത്രയും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു അല്ലേ? ഓക്കെ. എന്ത് പറയുന്നു ഇപ്പൊ നിങ്ങളുടെ ക്ലാസ്മേറ്റ്, മറ്റുള്ള ക്ലാസ്മേറ്റ്സ്, അതേപോലെ തന്നെ ഓവറോൾ കോളേജ് ടീച്ചേഴ്സ് ഒക്കെ എല്ലാവരും ഹാപ്പി? ഞങ്ങളുടെ കോളേജിൽ ജാം ക്വാളിഫൈ ചെയ്തതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ കുറച്ച് ആൾക്കാർ മാത്രമേ ഇത് ക്വാളിഫൈ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ക്വാളിഫൈ ചെയ്ത ആൾക്കാർ തന്നെ പോലൊക്കെ ഒരു വർഷം റിപ്പീറ്റ് ചെയ്തിട്ട് അവർക്ക് കിട്ടിയിട്ടുള്ളൂ. ഇതേമാതിരി ഒരു ഓൺഗോയിങ് സമയത്ത് നല്ലൊരു റിസൾട്ട് വരെ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്ന് ടീച്ചർമാരൊക്കെ പറയുണ്ടായി. ഓരൊക്കെ നല്ല ഹാപ്പിയിലായിരുന്നു. കാരണം കഴിഞ്ഞ വർഷം കിട്ടിയവർക്കൊക്കെ ഒരു 600 ആ റാങ്കാണ് റിപ്പീറ്റ് ചെയ്തിട്ട് കിട്ടി. അപ്പോൾ ടീച്ചർമാരൊക്കെ അത്ഭുതപ്പെട്ടുപോയി. ഒരു ഓൺഗോയിങ് സമയത്ത് തന്നെ ഇവരിങ്ങനെ രണ്ടുപേരും പ്രിപ്പയർ ചെയ്ത് രണ്ടുപേർക്കും കിട്ടുന്നു എന്ന് പറഞ്ഞാൽ ടീച്ചേഴ്സ് അതെ ശരിയാണ്. നമുക്ക് എല്ലാവർക്കും ഒരു വലിയൊരു മോട്ടിവേഷൻ ആണ് നിങ്ങളുടെ ഒരു കാര്യം. എന്താണ് മദ്രാസ് തന്നെ ജോയിൻ ചെയ്യാനാണോ പ്ലാൻ, അല്ലെങ്കിൽ എവിടെയാണ് ISc പോവോ? മദ്രാസിൽ തന്നെയാണ് ജോയിൻ ചെയ്യാൻ താല്പര്യം അല്ലേ? ഓക്കെ. സ്റ്റിൽ എനിക്ക് തോന്നുന്നു ഇനിയും ഉണ്ടാകും കുറെ കാര്യങ്ങൾ. കാരണം നിങ്ങൾ ഒരു ചെറിയ കാര്യമല്ല നിങ്ങൾ രണ്ടുപേരും എത്തി നിൽക്കുന്നത്. IIT മദ്രാസിൽ അഡ്മിഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ ഇനിയും നിങ്ങൾ ആ ഒരു പ്രിപ്പറേഷനിലേക്ക് പോവുകയാണെങ്കിൽ ഒരുപാട് ടഫ് ടൈം ഉണ്ടായിട്ടുണ്ടാവില്ലേ?
അതിനൊക്കെ എങ്ങനെ മാനേജ് ചെയ്തു? ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഉണ്ടായിട്ടുണ്ടാവും. എനിക്ക് തോന്നുന്നില്ല നിങ്ങളെല്ലാം ഷെയർ ചെയ്തു എന്നുള്ളത്. ആ ഡെഫിനറ്റ് ഡിഫിക്കൽട്ടീസ് ആയിട്ടുണ്ടാവും. നിങ്ങൾക്ക് അതൊക്കെ ഉണ്ടായിരുന്നു. ഷെയർ ചെയ്യാം. കാരണം അതൊക്കെ കുട്ടികൾക്കൊരു ചില ആ കുട്ടികള് എന്തെങ്കിലും ചെറിയൊരു ബുദ്ധിമുട്ട് വരുമ്പോഴേക്കോ എനിക്ക് കഴിയുന്നില്ല, ഇനി ജാം കോച്ചിങ് പിന്നെ എടുക്കുക, അല്ലെങ്കിൽ ജാം പിന്നെ പ്രിപ്പയർ ചെയ്യാൻ പലതും മാറ്റി വെക്കും. ആ അങ്ങനെ വിചാരിച്ചിരുന്നു. ഈ കുറച്ച് ടൈം കോളേജൊക്കെ തുറന്ന് പിന്നെ 2-3 മാസമൊക്കെ കഴിഞ്ഞപ്പോ ഈ രണ്ടും കൂടി ഇങ്ങനെ ഒരു മാനേജ് ചെയ്യാൻ കഴിയണില്ല. അതായത് ഈ മാർക്കൊക്കെ ഇങ്ങനെ കുറയുമ്പോഴേ ആ അപ്പോ ഞങ്ങൾ വിചാരിച്ചു ഇതിപ്പോ എന്തൊക്കെ നടക്കൂല, റിപ്പീറ്റ് ചെയ്താലോ അങ്ങനെയൊക്കെ അല്ല, ഏറ്റവും വലിയൊരു വിചാരിച്ചിരുന്നു. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ എക്സാമുകളൊക്കെ എഴുതുമ്പോൾ മാർക്ക് കുറയുമ്പോൾ എല്ലാവരുടെയും ഒരു പേടിയാണ്, ജാമും കിട്ടുന്നില്ല, എന്റെ കോളേജിലെ CGPA പോവും, രണ്ടും ആ, പോകുമോ എന്നുള്ളൊരു അതാ പേടി നാച്ചുറലി എല്ലാവർക്കും വരും. ആ ഒരു പേടി. അപ്പോ തുഫേല് ഞങ്ങളിപ്പോൾ ചങ്ങായി പറഞ്ഞു ഇപ്രാവശ്യം എന്തായാലും നമുക്ക് നല്ല മാർക്ക് തന്നെ വേണം, റിപ്പീറ്റ് ഒന്നും ചെയ്യരുത്, എന്താ ഇപ്രാവശ്യം തന്നെ പോകണം. ആ ഒരു മോട്ടിവേഷൻ ഓൻ തന്ന്. അപ്പൊ പിന്നെ ഞങ്ങൾ വിചാരിച്ച് റിപ്പീറ്റ് ഒന്നും വേണ്ട, ഈ പ്രാവശ്യം എന്തായാലും കിട്ടണം എന്നുള്ളൊരു ഡെഡിക്കേഷൻ, അങ്ങനെ ഒരു ഉറച്ച തീരുമാനം ഞങ്ങൾ ചെയ്ത്. ഓക്കെ, തുഫയിലും കാര്യമായിട്ട് നിങ്ങളുടെ പിന്നിൽ ഉണ്ടായിരുന്നു അല്ലേ? ഓക്കെ, ആള് മോസ്റ്റ്ലി NIT കാലിക്കറ്റ് ആയിരിക്കും അല്ലേ ജോയിൻ ചെയ്യാം? ആ NIT കാലിക്കറ്റ് ആവും. ചിലപ്പോൾ ഇത് IIT പാലക്കാട് കിട്ടുമായിരിക്കും അല്ലേ? അതേപോലെ തന്നെ ഈ ജാമ് പഠിച്ചുകൊണ്ട് നമുക്ക് ഡിഗ്രിയിൽ സെം എക്സാമിന് നല്ല ഉപകാരപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ പറയുകയാണെങ്കിൽ തന്നെ ഇപ്പൊ എക്സാമിന് മുമ്പ് തന്നെ നമുക്ക് കുറെ കൺസെപ്റ്റ് അറിഞ്ഞുകൊണ്ട് തന്നെ ജസ്റ്റ് ആ പാടൊന്ന് ആ ചാപ്റ്റേഴ്സും ജസ്റ്റ് വായിച്ചു നോക്കി പോയാൽ തന്നെ നമുക്ക് അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് തീർക്കാൻ കഴിയും അല്ലേ ഓരോ ചാപ്റ്റേഴ്സും? വേറെ എന്തൊക്കെയാണ് ഇപ്പൊ കോളേജിൽ നിങ്ങൾ ജൂനിയർ സ്റ്റുഡൻസിനൊക്കെ ഒരു മോട്ടിവേഷൻ കൊടുത്തോ, അല്ലെങ്കിൽ എന്തായാലും നിങ്ങളോട് അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ടാവില്ലേ? ആ ടീച്ചർ പറഞ്ഞിനി ഇതിനെ പറ്റിയൊന്ന് കുട്ടികൾക്കൊന്ന് ഒരു ഇത് കൊടുക്കണം, ഗ്രൂപ്പിലൊന്ന് ഒരു മോട്ടിവേഷൻ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിനി. പിന്നെ ടീച്ചറൊക്കെ ഒരു കഷ്ടപ്പാടൊക്കെ കിട്ടി, ഓഹോ, ടീച്ചർ സന്തോഷം ഓക്കെ. കണ്ടു. ഓക്കെ, അല്ല നിങ്ങളുടെ കോളേജ് വളരെ സന്തോഷം, നിങ്ങളുടെ കോളേജിൽ ഇത്രയും സപ്പോർട്ട് നിങ്ങൾക്ക് ടീച്ചേഴ്സ് തന്നു എന്ന് പറയുന്നത്. കാരണം പലപ്പോഴും അതില്ലാതെ ഓൺ ഗോയിങ് സമയത്ത് നമുക്ക് ഈ ഒരു റാങ്കിൽ എത്തുമ്പോൾ അതിൻ്റെതായ ഡിഫിക്കൽട്ടി ഉണ്ട്. കാരണം കോളേജിന്റെ വർക്ക് വരുമ്പോൾ പലതും പെൻഡിങ് ആവുമ്പോൾ ടീച്ചേഴ്സ് നിങ്ങൾ ആ രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ പലപ്പോഴും നമുക്ക് മടുക്കും. കാരണം ജാം കോച്ചിങ് എടുക്കുമ്പോൾ എക്സാം എഴുതുമ്പോൾ മാർക്ക് കിട്ടുന്നില്ല, പലപ്പോഴും റാങ്ക് പിന്നിലാണ്, റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടികളുടെ കൂടെ എഴുതുമ്പോൾ റാങ്ക് വളരെ താഴെ കാണാം. അതിന്റെ ഇടയിൽ കോളേജിനും ഒരു എന്താണ് മാർക്ക് കുറയുകയോ പല കാര്യങ്ങൾ കൊണ്ടും ഡിഫിക്കൽട്ടി ഫേസ് ചെയ്യുമ്പോൾ പലപ്പോഴും കുട്ടികൾ തന്ന് സ്റ്റോപ്പ് ചെയ്യും, എന്നിട്ട് കോളേജിലെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക. അപ്പൊ ടീച്ചേഴ്സിന് തന്ന സപ്പോർട്ടും നിങ്ങളുടെ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് അത് ഹെൽപ്പ് ചെയ്യും. പിന്നെ എന്ത് പറയുന്നു നിങ്ങളുടെ ഇപ്പം അവിടെ നിങ്ങളുടെ കൂടെയുള്ള കുട്ടികൾ, നിങ്ങളിപ്പോ പഠിക്കുന്ന ദർസിലെ കുട്ടികൾ എന്ന് പറയുന്നു, നിങ്ങളുടെ ഫ്രണ്ട്സിന് അവരുടെ കൂടെയാണല്ലോ നിങ്ങൾ മെജോറിറ്റി ടൈം ഉണ്ടാവുക? ഞങ്ങൾ ഒപ്പം പഠിക്കുന്ന സ്ഥാപനത്തിലെ കുട്ടികളൊക്കെ വളരെയധികം സന്തോഷത്തിലാണ്. കാരണം സ്ഥാപനത്തിന് തന്നെ ഒരു വലിയൊരു നേട്ടമാണ്. ഇതുവരെ ആരും IIT പോലുള്ള സ്ഥാപനങ്ങളിൽ പഠിച്ചിട്ടില്ല, എത്ര ആദ്യമായിട്ടാണ്. കുട്ടികൾ പഠിക്കുന്നുണ്ട് നിങ്ങളുടെ അവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടില്? ഞങ്ങളുടെ സ്ഥാപനത്തിൽ നോക്കുമ്പോൾ 55 ക്യാമ്പസുകളിലായി 30,000-ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. ഇതില് ഓക്കെ. ഒരു 5,000 വിദ്യാർത്ഥികൾ നമ്മുടെ ഈ വേഷം ധരിച്ച് ഉസ്താദുമാരായിട്ടാണ് പഠിക്കുന്നത്. ഇന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. 2,000-ഓളം വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു ആ ഒരു പ്രോഗ്രാമിന്. അതിൽ വെച്ചിട്ട് ഞങ്ങൾ രണ്ടാളും പേര് വിളിച്ച് ഞങ്ങൾക്കെല്ലാ അനുമോദനങ്ങളൊക്കെ ഉസ്താദ് നൽകി. അപ്പൊ പറയുകയാണെങ്കിൽ നല്ലൊരു സപ്പോർട്ടാണ് ഇവിടുന്ന് ഉള്ളത് ഞങ്ങൾക്ക് എല്ലാവരും നല്ലൊരു സപ്പോർട്ട് കിട്ടി വിദ്യാർത്ഥികളായിട്ട്. നിങ്ങൾക്ക്? പിന്നെ ഈ ജാമ്യന് ലാസ്റ്റ് സമയത്താണ് ഒന്നുകൂടിയും ഈ എക്സാമിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റി. ഇപ്പൊ സാർ തന്നെ ബെൻസിൽ കുറെ എക്സാംസ് ആ ലാസ്റ്റ് എക്സാം ഫുൾ എക്സാം സീരീസ് ആയി. അതുകൊണ്ട് തന്നെ അത് നല്ല എഫക്ട് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ എക്സാം എഴുതാൻ വേണ്ടി. അതെല്ലാം നല്ല രീതിയിൽ പഠിച്ചിട്ട് തന്നെ അത് നല്ലോണം വർക്ക് ചെയ്ത് തന്നെ എഴുതി. അപ്പോ എക്സാം സീരീസ് അതിലൊക്കെ ആണ് കാര്യമായി എടുത്തു. അതെ അത് നല്ലോണം ഇരുന്ന് എഴുതി. അതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഇപ്പൊ ഫിസിക്കലൊക്കെ ചെയ്ത നമുക്ക് അറിയുന്ന ക്വസ്റ്റ്യനൊക്കെയാണ്, പക്ഷെ ചെയ്യുമ്പോൾ മാത്സ് കണക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും തെറ്റ് വരും. അപ്പൊ ഇവ നിങ്ങൾക്ക് അതേപോലെ എന്തായാലും എല്ലാ ക്വസ്റ്റ്യൻ എക്സാമിന് സൊല്യൂഷനും അവൈലബിൾ ആണല്ലോ അല്ലെ, നോക്കി പഠിക്കാം. അതേപോലെ എനിക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഇപ്പൊ ഒരിട്ട് ഞാൻ എഴുതി ചിലപ്പോൾ ഡൗട്ട് ചില ക്വസ്റ്റ്യൻ കിട്ടൂല, അത് ഞാൻ നവാസിനോട് ചോദിച്ചിട്ട് മനസ്സിലാക്കും. അങ്ങനെ ഒരു മ്യൂച്വൽ ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ് ഇങ്ങനെ ഒരുമിച്ച് പഠിക്കുന്നത്. അവസാനം നിങ്ങൾ നല്ല രീതിയിൽ കോമ്പീറ്റ് ചെയ്തു തോന്നി. മീൻസ് നിങ്ങൾ പറഞ്ഞ നമ്മുടെ കോളേജിലെ നിങ്ങൾ പറഞ്ഞ നേരത്തെ 4-5 പേര് ഒരുമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മത്സരിക്കാറുണ്ട് എന്നുള്ളത്, അത് ഈവൻ റാങ്ക് ലിസ്റ്റിൽ എനിക്ക് ഇവിടെ റിഫ്ലക്ട് ചെയ്യാറുണ്ടായിരുന്നു. കാരണം ലാസ്റ്റ് ജാനുവരി ഒക്കെ ആകുമ്പോഴേക്കും എല്ലാ എക്സാമിലും നിങ്ങളുടെ ഒരു പ്രസൻസ് കാണാൻ തുടങ്ങിയിട്ടുണ്ട്.
എന്നാൽ ഒക്ടോബറിന് മുന്നേ അങ്ങനെ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടാവാറുണ്ടായിരുന്നു. ആദ്യത്തെ ഒരു 40 അല്ലെങ്കിൽ 50 ഉള്ളിൽ പോലും ഉണ്ടാവാറുണ്ടായിരുന്നില്ല അല്ലെ? ഇല്ലല്ല, പഠിക്കണ്ട് പക്ഷെ മാർക്കിന് വരുന്നില്ല. പഠിക്കുന്നുണ്ട് പക്ഷെ പിന്നെ ലാസ്റ്റ് ആകുമ്പോഴാണ് കുറച്ചുകൂടി ഒന്ന് മാർക്കൊക്കെ കുറച്ചുകൂടി റാങ്കിലൊക്കെ എത്താൻ തുടങ്ങിയത്. ജാനുവരി മുതൽ എല്ലാ എക്സാമിനും നിങ്ങളുടെ ഒരു ആദ്യത്തെ 15-നും 20-നുള്ളിലൊക്കെ കാണാറുണ്ടായിരുന്നു. പിന്നെ എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾ വിചാരിച്ച തരത്തിലുള്ള ഒരു കോമ്പറ്റീഷൻ നിങ്ങൾക്ക് ഈ പ്ലാറ്റ്ഫോമിൽ കിട്ടിയോ? കാരണം കുറെ പേരുടെ കൂടെ എഴുതാൻ പറ്റുമ്പോ ഒക്കെ നമുക്ക് അത് രണ്ട് രീതിയിൽ എടുക്കുന്ന കുട്ടികളുണ്ട്. റാങ്ക് വളരെ കുറഞ്ഞു പോയല്ലോ എന്ന് പലപ്പോഴും എക്സാം എഴുതുമ്പോൾ ഇത്രയും പേരുണ്ടാകുമ്പോൾ റാങ്ക് കുറയുമ്പോൾ ഒരു വിഷമം ഉണ്ടാവും, സന്ദർഭങ്ങൾ ഉണ്ടാവാം. ചില ആളുകൾ ഇതിനൊരു കോമ്പറ്റീറ്റീവ് സ്പിരിറ്റോട് കൂടി എടുക്കും. എങ്ങനെയായിരുന്നു ഇത്ര പേരുടെ കൂടെ മത്സരിക്കുമ്പോൾ? എപ്പോഴും റാങ്ക് കൂട്ടണം എന്നുള്ള ഒരു സ്പിരിറ്റ് അല്ലായിരുന്നോ? അല്ലെങ്കിൽ കൂടാത്തതിന്റെ പേരുള്ള ഒരു വിഷമോ? അത് എക്സാമിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു കോമ്പറ്റീഷൻ പോലെയാണല്ലോ എക്സാംസ് ആയി നടത്തുമ്പോൾ. മാർക്ക് കുറയുമ്പോഴൊക്കെ ഒരു ഡിപ്രസ്ഡ് ആവും. കാരണം ഞാൻ അവസ്ഥ തമ്മിൽ ചിലപ്പോൾ നല്ല ഡിഫറൻസ് ഉണ്ടാവലുണ്ട്. അപ്പൊ തന്നെ ഒരു ഡിപ്രസ്ഡ് ആയിക്കാരം. പിന്നെ കുറച്ച് നേരം പിന്നെ സാറെ മോട്ടിവേഷൻ കിട്ടുമ്പോൾ പിന്നെയും അടുത്ത ഇതിന് നല്ല മാർക്ക് വാങ്ങണം, അടുത്തതിന് റാങ്ക് വാങ്ങണം. അങ്ങനെയാണ് മുന്നോട്ട് പോയത്. ഓക്കെ ഓക്കെ. എത്രയായിരുന്നു നിങ്ങളുടെ എന്താണ് IIT മദ്രാസ് ഒരു എന്ന് മുതലാണ് ഒരു ഏകദേശം കിട്ടാൻ പോകുന്നു എന്ന് തോന്നി തുടങ്ങിയത്? അല്ലെ അങ്ങനെ ഇല്ലായിരുന്നു? അങ്ങനെ ആ ഒരു സ്റ്റേജിലേക്ക് എത്തിയില്ലേ ജാം പ്രിപ്പറേഷന്റെ സമയത്ത്? കിട്ടുമെന്ന് പ്രതീക്ഷ ഒന്നും ഇല്ലേനി. കാരണം ഓൺഗോയിങ് ആയതുകൊണ്ട് തന്നെ ഉറപ്പില്ലേനി ഇത് കിട്ടുമോ കിട്ടൂലേ, ആ ഒരു മൈൻഡിലേനി. എങ്ങനെയുണ്ടായിരുന്നു എക്സാം എഴുതി കഴിഞ്ഞപ്പോഴുള്ള സിറ്റുവേഷൻ എന്തായിരുന്നു? എക്സാം എഴുതി കഴിഞ്ഞപ്പോ ഒന്നുകൂടി ഒന്ന് ഇതായി, കോൺഫിഡൻസ് അല്ലെങ്കിൽ എക്സ്പെക്ടേഷൻ കൂടിയോ? ഒന്നുകൂടി കോൺഫിഡൻസ് കുറഞ്ഞ്. കുറഞ്ഞു. അതായത് ഇത്ര കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് ക്വസ്റ്റ്യൻസ് കുറച്ച് ടഫായല്ലോ, അഥവാ എഴുതാൻ പറ്റിയില്ല എന്നുള്ളൊരു തോന്നല് വന്നു. അങ്ങനെ ഒരു തോന്നല് വന്നു. ഞങ്ങൾ എല്ലാവർക്കും അങ്ങനെ വന്ന്. അപ്പൊ പിന്നെ വലിയ പ്രതീക്ഷ ഒന്നും ഇല്ലേ. അപ്പൊ അതൊക്കെ ഒഴിവാക്കി. ഇപ്പൊ ജാമിനെ കുറിച്ച് നോക്കണ്ട, CUET-യോ മറ്റുള്ളത് നോക്കാന്ന് വെച്ചോ? അതായത് വലിയ പ്രതീക്ഷ ഒന്നും വെക്കണ്ടെന്ന് വിചാരിച്ച് മദ്രാസൊക്കെ അതൊക്കെ കിട്ടിയാ കിട്ടി, അങ്ങനെ ഒരു തീരായി. ശരിക്കും നമ്മൾ ആദ്യം നിങ്ങളെ റെസ്പോൺസ് ഷീറ്റ് വന്നതിന് ശേഷം സ്കോർ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞില്ല എന്തായാലും മദ്രാസ് കിട്ടും എന്നുള്ള. 35 വന്നപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ? അപ്പൊ പിന്നെ കുറച്ചുകൂടി ഒന്ന് സമാധാനായി സാറ് പറഞ്ഞോണ്ടല്ലേ. അപ്പൊ എന്തായാലും ഇനി വരുന്ന MSc ആയിക്കോട്ടെ, തുടർന്ന് അങ്ങോട്ട് എന്താണ് PhD ആണോ പ്ലാന്, അല്ലെങ്കിൽ ജോബിലേക്ക് തിരിയോ? രണ്ടുപേർക്കും PhD തന്നെയാണ് പ്ലാൻ. പാരന്റ്സ് ഒക്കെ നല്ല സന്തോഷത്തിലാണ്. ഓരോന്നും വിചാരിച്ചില്ല ഞാനൊന്ന് കിട്ടുന്നു. അപ്പം നവാസ് ആൻഡ് ഉവൈസ്, വളരെ സന്തോഷം. ഞങ്ങൾക്ക് എന്നും അഭിമാനമാണ് ഞങ്ങളുടെ കൂടെ ബെൻസിൽ വന്നു. അതേപോലെ രണ്ടുപേർക്കും ഇതുപോലെ നല്ലൊരു അച്ചീവ്മെന്റ് നേടി തരുന്നതിന്റെ ഭാഗമാകാൻ പറ്റി എന്നുള്ളതും വളരെ സന്തോഷം. എങ്ങനെയാ പറയേണ്ടതെന്ന് അറിയില്ല. ഞാൻ തൊടുമ്പോ പറഞ്ഞ പോലെ തന്നെ ഒരേ വീട്ടിൽ നിന്ന് വരികയും നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് നിങ്ങളെ പറഞ്ഞു വിടുന്ന ഞങ്ങളും ഭാഗമാകാൻ പറ്റിയതിലൊക്കെ വളരെ സന്തോഷം. അപ്പൊ നിങ്ങളുടെ ഹയർ സ്റ്റഡീസ് MSc-യും ഇതേപോലെ ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾ പഠിക്കും. അത് കഴിഞ്ഞ് നിങ്ങൾ PhD, നിങ്ങളുടെ ആഗ്രഹം PhD ആണെന്ന് നിങ്ങൾ പറഞ്ഞിരുന്നു. PhD ഇതേപോലെ നല്ല രീതിയിൽ ചെയ്തിട്ട് നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഫാക്കൽറ്റി ഒക്കെ ആയിട്ട് വരാൻ സാധിക്കട്ടെ. അപ്പം ഓൾ ദി ബെസ്റ്റ്. ഓക്കെ സർ, താങ്ക്സ് സർ. ഓക്കെ, വെൽക്കം.